യെസ്. കരൂരിൽ ഇന്നലെ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം സംഘടിപ്പിച്ച റാലിയിലുണ്ടായ ദുരന്തമാണ് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയത്. 39 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പലരുടെയും ആരോഗ്യനില വളരെ മോശമായി തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന ദുഃഖകരമായ വാർത്തയും വരുന്നുണ്ട്. എസ് നന്ദഗോപൻ കൂടി ചേരുകയാണ്. നന്ദൻ, കേന്ദ്ര സർക്കാർ പരിപൂർണമായ പിന്തുണ തമിഴ്നാട് സർക്കാരിനെ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് അറിയിച്ചിരുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായും ഗവർണർ RL രവിയുമായും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഉറപ്പ് നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാത്രി തന്നെ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയോട് വളരെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരൂരിലെ സാഹചര്യങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന തമിഴ്നാടിന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നൽകിയിരിക്കുകയാണല്ലോ. തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും അതേപോലെ തന്നെ ഗവർണർ RL രവിയുമായി ഫോണിൽ സംസാരിച്ചത്. ഈ ഫോൺ സംഭാഷണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ സഹായങ്ങളും തമിഴ്നാടിനുണ്ട് എന്നുള്ള വാഗ്ദാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സഹായം വേണമെങ്കിൽ അത് ലഭ്യമാക്കുവാനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ളതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അതേസമയം തന്നെ നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ദുരന്തത്തിന്റെ കാരണം, ദുരന്തമുണ്ടാകാൻ ഇത്തര ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണം തുടങ്ങിയ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കൂടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മൗന അനുമതിയാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. 10,000 പേർക്ക് അനുമതി കൊടുത്തപ്പോൾ സ്വാഭാവികമായും അവിടെ ലക്ഷോപലക്ഷം ജനസഞ്ചയം തന്നെ ധരിക്കുമെന്നുള്ളത് അവിടെ അത് നേരത്തെ കൂട്ടി സർക്കാർ മിഷണറികൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. മാത്രമല്ല രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു വീഴ്ച കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മുൻപ് ഇത്തരം പരിപാടികളിൽ, അതായത് വിജയ് നടത്തിയിരുന്ന ഈ TVKയുടെ പരിപാടികളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ചെറിയ അപകടങ്ങളും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആവശ്യത്തിന് പോലീസ് വിന്യാസം ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഏതാണ്ട് 500 പോലീസിനെ അവിടെ വിന്യസിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 10 പേർക്ക് ഒരു പോലീസ് എന്ന നിലയിൽ അവിടെ വിന്യാസം നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സേന അവകാശപ്പെടുന്നത്. എന്നാൽ അതിൽ യാതൊരുവിധ ഒരു യാഥാർത്ഥ്യമില്ല എന്നുള്ളത് വ്യക്തമാകും. വളരെ നാമമാത്രമായ പോലീസ് സേനാംഗങ്ങൾ മാത്രമായിരുന്നു ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല ഈ സംഭവം നടക്കുമ്പോൾ ഈ കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് വിന്യസിക്കുവാൻ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അവിടേക്ക് തടിച്ചെത്തിയപ്പോൾ അവിടെ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറായില്ല എന്നുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മിഷണറികൾ മാത്രം അന്വേഷിച്ചാൽ പോരാ എന്നുള്ളതാണ്. ഈ സംസ്ഥാന സർക്കാർ കൂടി ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് തന്നെയായിരിക്കും പോലീസിന്റെ ഏത് സമിതിയും അന്വേഷിച്ചാലുണ്ടാകുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഏകാംഗ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വളരെ നിർണായകമായിരിക്കും. അതേസമയം തന്നെ സ്വാഭാവികമായും ഈ കമ്മീഷൻ റിപ്പോർട്ടിലും പോലീസിനെ വെള്ളപൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും വലിയ ദുരന്തം കരൂരിലുണ്ടായപ്പോൾ അവിടെ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് ഈ പരിക്ക് പറ്റിയവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവിടെ പലരും ശ്വാസതടസ്സമുണ്ടായി അവിടെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരിക്കേറ്റവർ പറയുന്നത് ഈ ചിത്രശലഭങ്ങളെ പോലെ ആയിരുന്നു. പെട്ടെന്ന്, അതായത് നടന്നു പോകുന്ന മനുഷ്യർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്വാസം ലഭിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല അങ്ങനെ കുഴഞ്ഞു വീണവരെയും പരിക്ക് ഏതാണ്ട് ഈ സംഭവ സ്ഥലത്തിന്റെ, അപകടം നടന്ന സ്ഥലത്തിന്റെ 100 മീറ്റർ അകലെ മാത്രം മാറിയ ഒരു ആശുപത്രിയുണ്ട്. അവിടേക്ക് പോലും എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആംബുലൻസുകൾ അവിടേക്ക് എത്തിയിരുന്നെങ്കിലും ആംബുലൻസുകൾക്ക് പോകാനുള്ള വഴിയോ അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഒരുക്കാൻ പോലീസിന് സാധിച്ചില്ല. ഈ പരിക്ക് പറ്റിയവരെ ആദ്യഘട്ടത്തിൽ സമീപത്തെ ആശുപത്രിയിൽ ജനങ്ങൾ തോളിലിട്ടാണ് എത്തിച്ചത് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതരും മറ്റും വ്യക്തമാക്കിയത്. ഇങ്ങനെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ വൈകി എന്നുള്ള ആക്ഷേപങ്ങളും ഇതിനിടയിൽ തന്നെ ഉയരുന്നു.
പറയുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം വൈകിയതും ഈ ആഘാതം കൂട്ടി എന്നുള്ളതാണ്. ഏതായാലും പരിക്ക് പറ്റിയവരുടെ എണ്ണം 100-ൽ കവിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ പരിക്ക് പറ്റിയവരുടെ ചിലരുടെ പരിക്ക് ഗുരുതരമായ പരിക്കുകളാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മരണം സംഭവിച്ചിരിക്കുന്ന അത്രയും വലിയ ദാരുണമായ അന്ത്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വലിയ ചവിട്ടേറ്റും വാരിയലൊക്കെ തുളച്ചു കയറിയുമൊക്കെയാണ് പലരും മരണപ്പെട്ടിരിക്കുന്നത്. 15 പേരുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം തന്നെ കഴിഞ്ഞു. ആ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. അതായത് ശ്വാസതടസ്സം മാത്രമല്ല, പലരും ചവിട്ടുകൊണ്ടും അതേപോലെ തന്നെ അത്തരം ഹൃദയം തകർന്നുമൊക്കെയാണ് പലരും മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരിച്ചവരുടെ സ്ഥിതി, അതായത് ഈ മരണപ്പെട്ടവർ അവരെ വലിയ വേദന അനുഭവിച്ച് തന്നെയാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രധാന കാരണക്കാരൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും വലിയ ദുരന്തത്തിന്റെ പ്രധാന കാരണക്കാരനായിട്ടുള്ള വിജയ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ, ആകെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ്, അതും ഈ സംഭവ സ്ഥലത്തു നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായി തന്റെ വീട്ടിലെത്തിയ ശേഷം മാത്രമാണ് ഒരു സമൂഹ മാധ്യമം വഴി അത്തരമൊരു പോസ്റ്റ് ഇടാൻ പോലും ഈ നടൻ തയ്യാറായത് എന്നുള്ളതാണ്. സാധാരണ സിനിമകളിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നായകൻ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്ന അത്തരം കാഴ്ചകൾ കണ്ട് കൈയടിച്ച തമിഴ് ജനതയ്ക്ക് യഥാർത്ഥ മുഖം എന്താണ്, വിജയിയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ പരിക്ക് പറ്റിയവരെ, അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ സ്ഥലത്തുണ്ടായിരുന്ന വിജയ് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ഇത്തരമൊരു ദുരന്തമുണ്ടായപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നും തടി തപ്പുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിജയിയെ അറസ്റ്റ് ചെയ്യുവാനും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കൊക്കെ കടക്കുവാൻ വേണ്ടി അവസരമുണ്ടായിരുന്നപ്പോഴും വിജയിയെ അറസ്റ്റ് ചെയ്യുവാനോ മറ്റു നടപടികളിലേക്ക് കടക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ളതും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ഒത്തുകളി വ്യക്തമാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ പരിക്ക് പറ്റിയവരെ ഉദയനിധി സ്റ്റാലിൻ, തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി, ആശുപത്രിയിൽ സന്ദർശിക്കുകയാണ്. പ്രധാനമായും പരിക്ക് പറ്റിയവരുള്ളത് ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിലാണ്. ഒപ്പം തന്നെ സമീപ ജില്ലകളിലേക്കും ഈ പരിക്ക് പറ്റിയവരെ മാറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയവർക്കൊക്കെ തന്നെ വിദഗ്ധ ചികിത്സ നൽകുമെന്നുള്ളതാണ് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി ബന്ധപ്പെടണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരും ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. ഏതായാലും ഈ ദുരന്തം സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. പോലീസ് വ്യക്തമാക്കുന്നത് അവരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രാദേശിക ഘടകം 10,000 പേർ മാത്രം പങ്കെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് അനുമതി തേടിയത്. അങ്ങനെ 10,000 പേർ മാത്രം പങ്കെടുക്കുമെന്ന കരുതലിലാണ് തങ്ങൾ അനുമതി നൽകിയത് എന്നുള്ളത് പറഞ്ഞാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ നിന്നും കൈയൊഴിയുന്നത്. അതേസമയം നേരത്തെ സൂചിച്ച പോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പോലീസ് പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നോക്കിക്കാണേണ്ടത്. ഇത്തരം ഒരു സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ 10,000 പേരല്ല, അതിൽ കൂടുതൽ ആൾക്കാർ തടിച്ചുകൂടുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടാകണം. അങ്ങനെ വിവരം ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടില്ല എങ്കിൽ അത് സംസ്ഥാന രഹസ്യാന്വേഷണ വകുപ്പിന്റെ വീഴ്ച കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അത്തരമൊരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ റിപ്പോർട്ട് വേണ്ട രീതിയിൽ പോലീസ് പരിഗണിച്ച് സേനാ വിന്യാസം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കാണേണ്ടത്. കൂടുതൽ സേനാ അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കുവാൻ കൂടുതൽ പോലീസ് സേന അവിടെ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ല. ബാരിക്കേഡ് അടക്കം വെച്ച് ഈ ജനങ്ങളെ തടുത്തു നിർത്താൻ കഴിഞ്ഞേനെ എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ കൂടി പങ്കുള്ള ഒരു മഹാദുരന്തമാണ് ഇന്നലെ കരൂരിലുണ്ടായത്. ഗൗതം. സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിജയുടെയും അനാസ്ഥയും അതോടൊപ്പം തന്നെ നിയമങ്ങൾ ലംഘിക്കുകയും ഒക്കെ ചെയ്ത നടപടിയാണ് ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞ, രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന, കണ്ണീരിലാഴ്ത്തുന്ന ഒരു ദുരന്ത ഭൂമിയായി കരൂരിനെ മാറ്റിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.